യാത്രകളോട് അടങ്ങാത്ത ആഗ്രഹം ലക്ഷ്യസ്ഥാനങ്ങൾ ഓരോന്നായി മനസ്സിൽ കുറിച്ചിട്ടു പുതിയവ ചേർത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം എബിൻ ബാബു യാത്ര തുടങ്ങി. ഇവിടുന്ന് ഗോവ വരെ ട്രെയിനിൽ പോയി. സ്റ്റാർട്ട് ചെയ്യുന്ന ഗോവയിൽ നിന്നായിരുന്നു. പിന്നെ ഗോവയിൽ നിന്ന് ലിഫ്റ്റ് അടിച്ച് മുംബൈ വരെ ലിഫ്റ്റ് അടിച്ച് പിന്നെ മുംബൈയിൽ നിന്ന് ഉദയ്പൂർ വരെ ട്രെയിനിൽ പോയി. ഹിമാചൽ പ്രദേശ് ഏറ്റവും കൂടുതൽ താമസിച്ചതാണ്. ഹിമാചൽ പ്രദേശിൽ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി. അവിടുത്തെ ആൾക്കാരെ കാണാൻ പറ്റിയതും പിന്നെ കുറേ ഫ്രീ സ്റ്റേ തന്നു. പിന്നെ അവിടെ തന്നെ മലയാളീസിനെ കാണാൻ പറ്റിയതൊക്കെ ഭയങ്കര വലിയ നല്ല അനുഭവം. പിന്നെ വിക്കി തകിനെ അവിടെ വെച്ച് കാണാൻ പറ്റി. ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തതും നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന അവിടെ നിന്ന്. ഇപ്പോൾ ട്രെക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിമാചൽ തന്നെ. ഞാൻ ഇപ്പം ഷോപ്പിൽ കുറച്ചാൾ നിന്ന് ഒരു 4-5 മാസത്തോളം സേവിങ്സ് ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വീടിന് ഇങ്ങനെ ബ്രോക്കറായിട്ട് നിന്ന് അങ്ങനെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു പൈസ. പിന്നെ അവിടെ എത്തി പകുതി കായപ്പം പൈസ തീരാനപ്പോൾ അമ്മയോട് ചോദിച്ചാൽ അമ്മ പൈസ അയച്ചു തന്നു. അപ്പോൾ ആദ്യം പോകാമെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞു വിടുന്നതെന്ന് ചോദിച്ച് കടയിൽ വരുന്നവരും ഒക്കെ നമ്മളെ പറയുമായിരുന്നു, എന്തെങ്കിലും ഇത്രയും പ്രായമല്ലേ ഉള്ളൂ, ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു വിടണ്ട എന്നൊക്കെയായിരുന്നു. നമ്മൾ പറഞ്ഞ അവനൊരു പ്ലാനിങ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ തടയുന്നില്ല, അവൻ പോയിച്ച് കാട്ടെന്നും പറഞ്ഞ് അങ്ങനെയുള്ള രീതിയിൽ വിടുമായിരുന്നു. ഇനിയും സ്ഥലങ്ങളിൽ പോകണം, ലോകം മുഴുവൻ ഒറ്റയ്ക്ക് ചുറ്റണം. Hi guys, I'm Mohammad Shahrukh and I'm from Udaipur, Rajasthan. നേപ്പാളിൽ മസ്റ്റാങ്ക് എന്ന സ്ഥലവും പിന്നെ പോക്ര എന്ന സ്ഥലവും പിന്നെ മൗണ്ട് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പും പിന്നെ കുറേ ട്രെക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഹരിയർ ഫോർട്ട് പോലെയും സർപ്പാസ്, ഹംടാ പാസ് അങ്ങനത്തെ ട്രെക്കിങ്ങുകളും പിന്നെ നോർത്ത് ഈസ്റ്റ് സ്ഥലത്ത് മേഘാലയ, സിക്കിം, ആസാം, ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാൾ ആ സ്ഥലങ്ങളും ഭൂട്ടാൻ അങ്ങനത്തെ ഒക്കെ അവിടെയൊക്കെ പോകണമെന്നുണ്ട്. എൻ്റെ അപ്പൻ ഇതുപോലൊരു ആളായിരുന്നു. 18 വയസ്സിൽ അങ്ങോട്ട് പുള്ളി മലബാറിലേക്ക് ഒറ്റയ്ക്ക് വന്നത് 72 കൊല്ലം മുമ്പ്. ആ ചോരയുടെ ഗുണമായിരിക്കും ഇവൻ കാണിക്കുന്നത് എന്ന് ഞാൻ സമാധാനിച്ചു. പിന്നെ ഞാനും ഒരു 10-18 വയസ്സൊക്കെ ആയപ്പോൾ ഒരു 18 വയസ്സായപ്പിന്നെയാണ് ഇത് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ പറഞ്ഞിട്ടേ പോകുള്ളൂ. ഒരാഴ്ചത്തെ അവധിക്ക് പോയാൽ ഒരു മാസം കഴിഞ്ഞാൽ വരുള്ളൂ. അങ്ങനെ ഒരു രീതിയിൽ ഞാനും ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. അത് ഞാൻ പോയത് മുഴുവൻ ബന്ധുക്കളെ കുടുംബക്കാരെ തേടി പോയ യാത്രയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പം ഇവൻ ഇങ്ങനെ ഒരു എടുത്തതിൽ നമ്മൾ അതിശയിക്കാനില്ല എന്ന് സമാധാനം എടുത്തു. +2 കഴിഞ്ഞിട്ട് ഇനി ജർമ്മനി പോയി പഠിച്ച് അവിടെ സെറ്റിൽ ആയതിനു ശേഷം പിന്നീട് ഇൻ്റർനാഷണലൊക്കെ പോകാനാണ് പ്ലാൻ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.